തൃശൂർ കൊടുങ്ങല്ലൂരിൽ സ്കൂളിൽ വച്ച് 4 വിദ്യാർത്ഥികൾ ബോധരഹിതരായ സംഭവത്തിന് പിന്നിൽ ഹിപ്നോട്ടിസം അല്ലെന്ന് വിദഗ്ധ നിരീക്ഷണം. കരോട്ടിക് കംപ്രഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് കുട്ടികൾ ബോധരഹിതരായത്. ചോക്കിംഗ് ഗെയിം എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന അപകടകരമായ ഈ വിനോദം മസ്തിഷ്കക്ഷതം മുതൽ മരണത്തിന് വരെ കാരണമാകും. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് വി.കെ. രാജൻ സ്മാരക ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളും അബോധാവസ്ഥയിലായത് ഹിപ്നോട്ടിസം പരീക്ഷിച്ചതിലൂടെയാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. കരോട്ടിക് കംപ്രഷൻ എന്ന പ്രക്രിയ പരീക്ഷിച്ചതാണ് കുട്ടികൾ അബോധാവസ്ഥയിലാകാൻ കാരണമെന്ന് വ്യക്തമായി. ചോക്കിംഗ് ഗെയിം, സ്പേസ് മങ്കി ഗെയിം, പാസ് ഔട്ട് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പ്രക്രിയ വിദേശ രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വ്യാപകമാണ്. എന്നാൽ അപകടകരമായ ഈ വിനോദം പലപ്പോഴും മരണത്തിന് വരെ കാരണമായിട്ടുണ്ട്. കഴുത്തിലോ തൊണ്ടയിലോ സമ്മർദ്ദം ചെലുത്തി തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം മനഃപൂർവ്വം നിയന്ത്രിക്കുന്നതാണ് ഈ പ്രവൃത്തി. അതുവഴി ഗെയിം കളിക്കുന്നവർ മിനിറ്റുകളോളം അബോധാവസ്ഥയിലാകും. ശ്വാസം മുട്ടൽ ഗെയിം എന്നും അറിയപ്പെടുന്ന ഈ വിനോദം ബോധക്ഷയവും മസ്തിഷ്കക്ഷതവും ഉൾപ്പെടെ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്ന് സൈക്കോളജിസ്റ്റും ഹിപ്നോതെറാപ്പിസ്റ്റുമായ ഡോക്ടർ ഷാലിമ ഹനീഫ് പറഞ്ഞു. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് ബോധരഹിതരായത്. വെള്ളം തളിച്ച് ഉണർത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ മണിക്കൂറുകൾ അധ്യാപകരും വിദ്യാർത്ഥികളും ആശങ്കയുടെ മുൾമുനയിലായി. വെള്ളിയാഴ്ച ഉച്ചഭക്ഷണ സമയത്തായിരുന്നു സംഭവം. വിദ്യാർത്ഥികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രധാന അധ്യാപികയും അധ്യാപകരും സ്ഥലത്തുണ്ടായിരുന്ന PTA പ്രസിഡന്റും ക്ലാസ് റൂമിലെത്തി. 2 പെൺകുട്ടികളും ആൺകുട്ടിയുമാണ് ആദ്യം ബോധരഹിതരായത്. വെള്ളം തളിച്ചിട്ടും ഉണരാതായതോടെ ഉടൻ തന്നെ കുട്ടികളെ താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകുന്നതിനിടെ 3 പേരും സാധാരണ നിലയിലായി. ഇവരെ തിരികെ സ്കൂളിലെത്തിച്ചപ്പോഴാണ് മറ്റൊരു പെൺകുട്ടി ബോധരഹിതയായത്. ഈ കുട്ടിയെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്ക് AR മെഡിക്കൽ സെൻ്ററിലേക്കും മാറ്റി. സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അടിയന്തര PTA യോഗം വിളിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.